പോലീസ് അസോസിയേഷൻ ഭാരവാഹികളുടെ സ്ഥലമാറ്റത്തിൽ സർക്കാരിന് തിരിച്ചടി. തിരുവനന്തപുരം റൂറൽ എസ്.പി. ഓഫീസിലെ ഉൾപ്പെടെ 25 പേരുടെ സ്ഥലമാറ്റമടങ്ങിയ ഉത്തരവ് പൂർണ്ണമായും സ്റ്റേ ചെയ്തു. കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റേതാണ് നടപടി. ജിബിൻ ജെ.ബി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. ജിബിൻ, പുതിയ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെയുള്ളൊരു നടപടിയായിരുന്നു ഇത്, കൂട്ട സ്ഥലമാറ്റം. അതിലാണല്ലേ ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ഇടപെടലുണ്ടായിരിക്കുന്നത്? അത് തന്നെയാണ്. പക്ഷേ ആദ്യമുണ്ടായ ഇടത് സംഘടനാ പ്രസിഡന്റ് പ്രശാന്തിന്റെ ഉൾപ്പെടെയുള്ള സ്ഥലമാറ്റത്തിൽ ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല, സ്റ്റേയും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം റൂറൽ എസ്.പി. ഓഫീസിൽ നിന്ന് 25 ജീവനക്കാർക്ക് ഉൾപ്പെടെ ഈ ഒരു സ്ഥലമാറ്റം വന്നത്. ഇതിന് പിന്നാലെയാണ് ഈ സ്ഥലമാറ്റത്തിന്റെ ഓർഡറിലുണ്ടായിരുന്ന 25 പേരിൽ 4 പേർ ചേർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ചത്. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ഈ ഒരു ഉത്തരവിന്, അതായത് 25 പേരുടെ ട്രാൻസ്ഫറിനെ ഇപ്പോൾ മരവിപ്പിച്ചിരിക്കുന്നത്. 2 ആഴ്ചത്തേക്കാണ് ഈ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വരികയും ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഓർഡറുകളൊന്നും തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഇടത് അനുകൂല പോലീസ് സംഘടനയുടെ പ്രസിഡന്റായിട്ടുള്ള പ്രശാന്ത് ഉൾപ്പെടെയുള്ളവരുടെ സ്ഥലം മാറ്റത്തിൽ ഇതുവരെ യാതൊരുവിധ നടപടി ഉണ്ടായിട്ടില്ല. ഇവർ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലെയും അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലേക്ക് ഇവർ നിലവിൽ പരാതിയായിട്ട് എത്തിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം റൂറൽ എസ്.പി. ഓഫീസിൽ നിന്ന് 25 പേർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരെ മറ്റു ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഉത്തരവ് വന്നത്. ഇതിനെ തുടർന്നാണ് ഇതിലുണ്ടായിരുന്ന 4 പേർ ചേർന്ന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിക്കുകയും 2 ആഴ്ചത്തേക്ക് ഈ ഒരു ഉത്തരവ് സ്റ്റേ ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. അസിത. ശരി, ജിബിൻ ജെ.ബിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.